നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ മജുലി എന്ന റിവർ ഐലൻഡിലെ കാഴ്ചകളാണ് കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ആസാമിലെ ശിവസാഗർ എന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തേക്കാണ്. ഒരു 55 കിലോമീറ്റർ യാത്രയുണ്ട് അങ്ങോട്ട്. വീടൊക്കെ നോക്കി ബാമ്പും കൊണ്ട് സൈഡ് കെട്ടിയിട്ട് അതൊക്കെ ചാണകമോ ചെളിയോ അല്ലാണ്ട് തേച്ച് വെച്ചേക്കുവാ. അടിയുണ്ടോ? താറാവൊക്കെ അടിക്കൊണ്ട് നമ്മുടെ കാറിന് പെട്ടിക്കൊണ്ട് നടപ്പുണ്ട്. മാറി നിക്കടാ ഗൂസേ. ഇതെങ്ങാനും വണ്ടിക്കീഴെ കയറിയെങ്കില് തീർന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഉൾവഴിയിലൂടെയാണ്. റോഡുകളുടെ വശത്തായി ചെറിയ വീടുകളും വേലിയും വീടുകളും ഒക്കെ മുള വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയും കാണാം. കോഴികളും താറാവും ഗൂസും ഒക്കെ വണ്ടി കണ്ടിട്ട് നടു റോഡിലൂടെ ഒരു കൂസലും ഇല്ലാതെ നടക്കുന്നു. ഈ യാത്രയിൽ ഗ്രാമത്തിലെ ജീവിത കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കാണുന്നെല്ലാം കടകളാട്ടോ. ചില കടകളൊക്കെ ക്ലോസ് ചെയ്തേക്കുവാണ്, കുറച്ച് കടകളൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആണ്. ഹൈസ്കൂൾ ആട്ടോ എല്ലാ ഇതിലും. കോഴിയായാലും ആടൊക്കെ ആയാലും റോട്ടിൽ കൂടെ നടക്കുന്നത്. വണ്ടി വന്നാലും ഗ്രാമത്തിലെ റോഡല്ലേ. അതെ, എല്ലാ വീടിന്റെയും സൈഡിലെ വേലി ഇട്ടേണ്ടോ. ഇവൻ ആ കടയുടെ വേലി കണ്ടോ? ഈ കുടത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് തൈരാണ്. മജുലി ഗ്രാമത്തിൽ ഉണ്ടാക്കിയ അതേപോലത്തെ മൺകുടമാണിത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ 4:30 ആവുമ്പോഴേക്കും ഇരുട്ടാവും. ടെമ്പിളിന്റെ ഗേറ്റ് സെക്യൂരിറ്റി പൂട്ടി. പിന്നെ ദൂരെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി കണ്ടിട്ട് വന്നോളാൻ പറഞ്ഞ് ഉള്ളിൽ കടത്തി വിട്ടു. ഇതാണ് നാപ്പുകൂരി ശിവ ഡോൾ. 18ാം നൂറ്റാണ്ടിലെ ലക്ഷ്മി സിംഹ രാജാവിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ് നപൂരി ശിവ ഡോൾ അല്ലെങ്കിൽ രുദ്രസാഗർ ശിവ ഡോൾ. ശിവസാഗർ പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. ക്ഷേത്ര നിർമ്മാണത്തിലും വാസ്തുവിദ്യാ കെട്ടിടത്തിലും മൊത്തത്തിലുള്ള തകർച്ചയ്ക്ക് മുമ്പുള്ള പ്രതാപത്തെ പ്രതിനിധീകരിക്കുന്ന അഹോം കാലഘട്ടത്തിൽ നിർമ്മിച്ച അവസാന ക്ഷേത്രമാണിത്. രുദ്രസിംഹയുടെ ബഹുമാനാർത്ഥം കുഴിച്ചെടുത്ത രുദ്രസാഗർ പുഗരിയുടെ തെക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവന് സമർപ്പിക്കുന്ന ഈ ക്ഷേത്രം 1773 നിർമ്മിക്കുകയും ഗൗരിനാഥ സിംഹയുടെ ഭരണകാലത്ത് സമർപ്പിക്കുകയും ചെയ്തു. അഷ്ടഭുജാകൃതിയിലുള്ള അടിത്തറയിൽ നിർമ്മിച്ചിരിക്കുന്ന ത്രിരഥ മാതൃകയിലുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ ഉയരം 25.95 മീറ്റർ ആണ്. ലേക്കിൻ്റെ അകത്തോടെ ഒരു വഞ്ചി പോണ നോക്കിയേ. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ശിവസാഗറിൽ എത്തിയതാണ്. രാത്രി നമ്മൾ എത്തിയപ്പോൾ റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങി. ഇപ്പോൾ കണ്ടോ മഞ്ഞ് കണ്ടോ? നമ്മൾ ഇന്നലെ മജുലി പോയപ്പോൾ ഉള്ള അവസ്ഥയാണ്. മജുലി പോണ സമയത്ത് ഫെറിന്ന് നോക്കിയപ്പോൾ ഫുള്ള് കോടമഞ്ഞില്ലായിരുന്നോ എന്ന് പറഞ്ഞ പോലെയാണ്. ഫുള്ള് കോടമഞ്ഞ് കയറി നിൽക്കുവാണ്. ഇപ്പം സമയം 6:33 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ സൈഡിൽ കാണുന്നത് ഒരു അമ്പലം കേട്ടോ. രാവിലെ തണുപ്പത്ത് ഒരു ചായ കുടിച്ചു. ശരീരം ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിട്ടോ. പുക പോലെ ആവി പോങ്ങണേ. ചെറിയ ചായക്കടകളൊക്കെ ആണെങ്കിൽ തുറന്നു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഹോട്ടൽ ബൃന്ദാവൻ. അഹോം ഡൈനാസ്റ്റി. ഇന്നത്തെ ആസാമിൽ ഏകദേശം 600 വർഷക്കാലം അഹോം രാജവംശം ഭരിച്ചു. AD 1228 മുതൽ 1826 വരെ. മ്യാൻമറിൽ നിന്ന് പട്കായ് പർവ്വതങ്ങൾ കടന്ന് ആസാമിലെത്തിയ മോങ് മാവോയുടെ ഷാൻ രാജകുമാരനായ സുഗഫയാണ് ഈ രാജവംശം സ്ഥാപിച്ചത്. 1826 യാൻഡബോ ഉടമ്പടിയെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അസമിനെ പിടിച്ചടക്കിയതോടെയും ബർമിഷ് അധിനിവേശത്തോടെയും ഈ രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു. ശിവസാഗറിലാണെങ്കിൽ ഇഷ്ടംപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പം എത്തിയിരിക്കുന്നതാണെങ്കിൽ ശിവ ഡോൾ. ഇതാണ് ശിവ ഡോൾ. 1714-44 കാലഘട്ടത്തിൽ അഹോം രാജാവായ ശിവസിംഹയുടെ രാജ്ഞികളിൽ ഒരാളായ അംബികാ ദേവിയാണ് ഇഷ്ടികകളും കല്ലും കൊണ്ട് മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചത്. അസാമിലെ അഹോം ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാണ്. ഉയരം 40 മീറ്റർ. ശിവസാഗർ ടാങ്കിന്റെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗർഭഗൃഹം, അന്തർള,
മണ്ഡല എന്നിവ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായും വികസിപ്പിച്ച അക്ഷീയ പദ്ധതിയാണിത്. പുറം ചുവരുകൾ വിവിധ ബ്രാഹ്മണ ദേവന്മാരുടെയും ദേവതകളുടെയും ശില്പങ്ങൾ, പുഷ്പ ഡിസൈനുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. അടുത്തതായി എത്തിയിരിക്കുന്നത് വിഷ്ണു ഡോൾ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട ശിവ ഡോളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്, സെയിം കോമ്പൗണ്ടിൽ തന്നെ. ഈ ക്ഷേത്രം ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ ഗർഭഗൃഹം, അന്തരള, മണ്ഡലം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഗർഭഗൃഹത്തിൻ്റെ പ്ലാൻ അഷ്ടഭുജാകൃതിയിലുള്ളതും ഹണികോം ഡിസൈനുകളുള്ള ഒരു ഹാസ്യ ശിഖരത്താൽ മൂടപ്പെട്ടതും 8 അംഗശേഖരങ്ങളായി കൂട്ടമായി കാണപ്പെടുന്നതുമാണ്. ശിഖരത്തിൻ്റെ അഗ്രഹം തുടർച്ചയായ അമലകളുടെ നിരകളായി കിരീടം അണിഞ്ഞിരിക്കുന്നു. മുകളിൽ ഒരു കൈലാസമുണ്ട്. ദോ ചോല മേൽക്കൂരയുള്ള മണ്ഡലം സാധാരണമായി ആസാമീസ് ചാലാക്കുടിലിനോട് സാമ്യമുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവി ഡോളിൻ്റെ മുന്നിലാണ്. ഈ കാണുന്നതാണ് ദേവി ഡോള്. ഈ 3 ശിവ ഡോള്, ദേവി ഡോള്, വിഷ്ണു ഡോള്, ഈ 3 ടെമ്പിളും ഒരേ ഒരു കോമ്പൗണ്ടിലാണ്. എല്ലാം ഒരേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പയർ ടു ദേവി ഡോളും വിഷ്ണു ഡോളും കമ്പയർ ചെയ്യുമ്പം ശിവ ഡോളാണ് വലിയ ടെമ്പിൾ കേട്ടോ. ദേവി ഡോൾ ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം. ഒരു അച്ചുതണ്ട് പദ്ധതിയിൽ വികസിപ്പിച്ചെടുത്ത ഈ ക്ഷേത്രത്തിൽ ഗർഭഗൃഹവും അതിനോട് ചേർന്നുള്ള മുഖമണ്ഡപവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ശിഖരം താഴെക്കുടമാണ്. അതിനു മുകളിൽ അമലകളുടെ നിരകളും 8 അംഗശിഖരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പുറം ഭിത്തിയിൽ വിവിധ ദേവതാ രൂപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം ഇഷ്ടിക കൊത്തുപണികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദോ ചാല മേൽക്കൂരകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ കോമ്പൗണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മുറ്റത്തൊക്കെ ആണെങ്കിൽ നല്ലപോലെ പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ പിടിപ്പിച്ച് നിർത്തിയേക്കുവാണ്. അമ്പലത്തിനകത്ത് കയറി തൊഴുതിറങ്ങി. ഇതാണ് ശിവസാഗർ ടാങ്ക്. 1733 ശിവസിംഹയുടെ മുഖ്യപത്നിയായ ബാരാജ അംബികയാണ് ശിവസാഗർ ടാങ്ക് നിർമ്മിച്ചത്. ഗൗരിനാഥ് സിംഹയുടെ ഭരണകാലത്ത് അതിന് സമീപത്ത് മോ അമേറിയ വിമതർക്കെതിരെ ഒരു യുദ്ധം നടന്നു. ബോർപുഗുരി ടാങ്ക് എന്നും അറിയപ്പെടുന്ന ശിവസാഗർ ടാങ്ക് തടയണകൾ നിർമ്മിച്ചത്. അങ്ങനെ തടാകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജലനിരപ്പ് തൊട്ടടുത്തുള്ള ഭൂനിരപ്പിന് മുകളിലാണ്. 129 ഏക്കർ വിസ്തൃതിയുള്ള ഈ തടാകത്തിന്റെ ആകെ വിസ്തീർണം 257 ഏക്കറാണ്. മഴക്കാല മാസങ്ങൾ പോലും തടാകത്തിലെ വെള്ളം യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ വർഷം മുഴുവൻ സ്ഥിരമായി നിലനിൽക്കുമെന്ന് പറയപ്പെടുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ബാക്കി കാഴ്ചകളിലേക്ക് പോകുന്നത്. बैंगलोर में सॉफ्टवेयर में काम करते हैं। मेरा पिताजी माताजी मेरा गांव में है। ഒരു വീടിനോട് ചേർന്നുള്ള കട. ഈ ചേച്ചിയുടെയാണ് കട. ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ തിരക്കി കുറച്ചു നേരം സംസാരിച്ചു. ചപ്പാത്തി നല്ല രുചിയുള്ള കറിയും. ഞങ്ങൾ പറയാതെ തന്നെ ഒരു ചായയും സമ്മാനിച്ചു. അതിന് കാശ് പോലും മേടിച്ചില്ല. ഇങ്ങനെയും സ്നേഹമുള്ള ആൾക്കാരുമുണ്ട് ഇവിടെ. ഞങ്ങൾ ഇന്നലെ ഈ ഏരിയ പാസ് ചെയ്ത് പോയപ്പം തോക്കും കുന്നൊക്കെയായിട്ട് പട്ടാളക്കാർ നിൽക്കുന്നു. എന്നിട്ട് എല്ലാ വണ്ടികളും ഡിക്കിയും ഫ്രണ്ടിലത്തെ എല്ലാ സീറ്റും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ. രംഗ്ഘർ. നമ്മളിപ്പം അടുത്ത മോണുമെന്റിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് രംഗ്ഘർ. നമ്മളിപ്പോൾ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ 25 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 20 രൂപയുള്ളൂ. ഇത് നമ്മൾ കുറച്ച് മുമ്പ് പോയ പോലത്തെ ടെമ്പിളൊക്കെ ചെയ്തൊക്കെ പോലെ നല്ല പുല്ലൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി നിർത്തിയേക്കുവാണ്. ഇത് പണ്ട് കാലത്തെ ഒരു ഓപ്പൺ തിയേറ്റർ ആട്ടോ. ഇവിടെയാണെങ്കിൽ പല പല പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കിവിടെ അന്ന് ഇവിടെ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഓരോ പരിപാടികളുടെ ഒരു സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൃഗങ്ങളുടെ ഒരു പോര്, പക്ഷികളുടെ ഒരു പോര്, പിന്നെയാണ് കോഴിപ്പോര്, പിന്നെ ആനകളുടെ ഫൈറ്റിങ്. രംഗ്ഘർ അസാമീസിൽ റോങ്ഘോർ എന്നർത്ഥം വിനോദത്തിൻ്റെ ഭവനം എന്നാണ്.
ഒരു കാലത്ത് രാജകീയ കായിക മണ്ഡപമായിരുന്ന ഒരു ഇരുനില കെട്ടിടമാണ്. അഹോം രാജാക്കന്മാരും പ്രഭുക്കന്മാരും എരുമപ്പോര്, കോഴിപ്പോര്, ആനപ്പോര്, ഗുസ്തി തുടങ്ങിയ കളികളും രുപാഹി പത്തറിലെ മറ്റ് കായിക വിനോദങ്ങളിലും കാഴ്ചക്കാരായിരുന്നു. പ്രത്യേകിച്ച് അഹോം തലസ്ഥാനമായ റംഗ്പൂരിലെ റംകാലി ബിഹു ഉത്സവകാലത്ത്. ശിവസാഗർ പട്ടണത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഇത്. ആസാം ട്രങ്ക് റോഡിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഇത് തലാത്തൽ കർണും കരേങ് കർണും ഉൾപ്പെടുന്ന ഏതാണ്ട് 7 നിലകളുള്ള രാജകീയ സമുച്ചയമായ റംഗ്പൂർ കൊട്ടാരത്തിന് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആംഫി തിയേറ്ററുകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്ന രംഗ്ഘർ സ്വർഗദിയോ രുദ്രസിംഹയുടെ ഭരണകാലത്ത് മുളയും മരവും ഉപയോഗിച്ചാണ് ഈ കെട്ടിടം ആദ്യമായി നിർമ്മിച്ചത്. പിന്നീട് 1744 1751 കാലഘട്ടത്തിൽ സ്വർഗദിയോ പ്രമത്ത സിംഹ ഇത് ഇഷ്ടിക കൊണ്ട് പുനർനിർമ്മിച്ചു. അപ്പോൾ അടുത്ത മോണുമെൻ്റ് അവിടെ എത്തിയിരിക്കുകയാണ്, ഗോലാഘർ. ഇതാണ് ഗോലാഘർ. ഒരു ദോചാല കുടിലിൻ്റെ ആകൃതിയിലുള്ള ഒരു ഇഷ്ടിക ഘടനയാണ്. ഇത് ഒരു ചെറിയ പൂമുഖത്തോടൊപ്പമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗോലോഖോർ എന്നും അറിയപ്പെടുന്നു. അഹോമുകൾ ഈ ഘടന മാസിക വീടായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. തലാത്തൽ ഘറിന് മുന്നിലാണ് ഈ ഘടന സ്ഥിതി ചെയ്യുന്നത്. ഗോലാഘറിന് 23 മീറ്റർ നീളവും 12.25 മീറ്റർ വീതിയും ചുവരുകൾക്ക് 2.15 മീറ്റർ കനവുമുണ്ട്. വായുസഞ്ചാരത്തിനായി ഒന്നിലധികം വൃത്താകൃതിയിലുള്ളതും ചതുരാകൃതിയിലുള്ളതുമായ ദ്വാരങ്ങളുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തലാത്തൽ ഗാറിൻ്റെ അവിടെയാണ്. അവിടെ കുറച്ച് റഷാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അതിൻ്റെ മുമ്പിലുള്ള കുറച്ച് കടകളുണ്ട്. ഇവിടെ കടകളിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെയെല്ലാം ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കേട്ടോ. ഒറ്റക്കൊമ്പൻ റിനോ, ആസാമിൻ്റെ ഐക്കണാണ് ഒറ്റക്കൊമ്പൻ റിനോ. ജംഗ്ഘറിൻ്റെ മിനിയേച്ചർ. ഈ കാണുന്ന കടകളെല്ലാം ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കേട്ടോ. ലേഡീസ് ബാഗ്, റിനോസ്. ഇവിടെ റിനോസ് ഒത്തിരി ഉണ്ട്. ഇത് കാണാൻ രസമുണ്ട്, മറ്റേനേക്കാളും ചെറുതാണ്. സുയിത്തരം കഴിഞ്ഞ ദിവസം മേടിച്ച കൂട്ട് വലിയ തൊപ്പി ഡിസൈൻ ചെയ്താട്ടോ. നമുക്ക് ഈ പെരക്കകത്തൊക്കെ വെക്കാൻ വേണ്ടി ഉള്ള തൊപ്പിയാണ്. അപ്പോൾ അതിൻ്റെ വലുതുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, ഏറ്റവും ചെറുത്. കൊള്ളാം. വേസ്റ്റ് പിന്നാട്ടോ, നല്ല ഭംഗിയില്ലേ. കൊട്ടയാണ് വെച്ചിരിക്കുന്നത്, ഇതേ രീതിയിൽ മെടഞ്ഞ കൊട്ട. ഇങ്ങനത്തെ കൊട്ട ഈ പോകുന്ന വഴിയിലൊക്കെ കുറേ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ നിന്ന് കയറി വരുമ്പോഴേ 2 വശത്തുമാണെന്നുണ്ടെങ്കിൽ പീരങ്കികളൊക്കെ ആണെങ്കിൽ നിരത്തി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഈ പീരങ്കിക്കാണെങ്കിലോ ഒരു പ്രത്യേക ഷേപ്പാട്ടോ. മുൻവശമൊക്കെ ശരിയാണ്, അതിൻ്റെ ബാക്ക് വശമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കുറച്ച് നീളത്തിലുള്ള ഒരു പോർഷനാണ് കാണിച്ചു തരാറേ. ഈ 3 വലിയ പീരങ്കികൾ കാണുന്നതിൽ മധ്യഭാഗത്ത് കാണുന്നതാണ് അഹോം കാലഘട്ടത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ പീരങ്കികൾ ഒന്നായ ബഹിക്കോവ ബാർപുക്കനാർ ബോർട്ടോ. ബ്രിട്ടീഷുകാരുടെയൊക്കെ പീരങ്കിയാണെന്നുണ്ടെങ്കിൽ ഇത്രേ നീളത്തിലുള്ളൊരു സംഭവം ഉണ്ടാവില്ല. ചെറിയൊരു ബോൾ പോലൊരു ഏരിയയാണ് കാണാറ്. അപ്പം ഇതാണെങ്കിൽ ചെറുതാട്ടോ. തലാത്തൽ ഘർ ശിവസാഗറിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ റാങ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന 18ാം നൂറ്റാണ്ടിലെ ഒരു കൊട്ടാരവും സൈനിക താവളവുമാണ് തലാത്തൽ ഘർ. അഹോം കാലഘട്ടത്തിൽ നിർമ്മിച്ച സ്മാരകങ്ങളിൽ ഏറ്റവും വലുതാണിത്. കരേങ് ഘറിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവാദി രാജാവ് രുദ്രസിംഹയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഘടന രാജാവ് രാജേശ്വര സിംഹയാണ് നിർമ്മിച്ചത്. തുടക്കത്തിൽ ഇതൊരു സൈനിക താവളമായിട്ടാണ് നിർമ്മിച്ചത്. ഇതിന് 2 തുരങ്കങ്ങളും 3 ഭൂഗർഭ നിലകളും ഉണ്ടായിരുന്നു. കൊട്ടാരത്തിന് 7 നിലകളുണ്ടായിരുന്നു. അതിൽ 4 നിലകൾ നിലത്ത് കാണാം. മറ്റ് 3 നിലകൾ ഭൂഗർഭമായി അടച്ചു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവ നിറച്ചു.
വെയിലത്ത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും എന്നാ തണുപ്പാ. എ സിക്കകത്ത് കയറിയൊരു ഫീൽ കേട്ടോ, നല്ല തണുപ്പ്. ഇത് തുടക്കത്തിൽ സൈനിക താവളമായിട്ടാണ് നിർമ്മിച്ചത്. 2 രഹസ്യ തുരങ്കങ്ങളും തറനിരപ്പിന് താഴെയായി 3 നിലകളും ഇവിടെയുണ്ട്. അഹോം യുദ്ധസമയത്ത് മറ്റ് രാജ്യങ്ങളുമായോ ശത്രു ആക്രമണങ്ങൾക്കിടയിലോ എക്സിറ്റ് റൂട്ടുകളായി ഇവ ഉപയോഗിച്ചിരുന്നു. നിലവിൽ കൊട്ടാരം ക്രമരഹിതമായ ആകൃതിയിലുള്ള ഒരു കെട്ടിടമായി കാണപ്പെടുന്നു. താഴത്തെ നില കുതിരലാടം, സ്റ്റോർ റൂമുകൾ, സേവകരുടെ ക്വാർട്ടേഴ്സുകൾ എന്നിവയായി ഉപയോഗിച്ചിരുന്നു. രാജകീയ അപ്പാർട്ട്മെൻറ്റുകൾ മുകളിലത്തെ നിലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. നമ്മളങ്ങനെ തലാത്തർ ഗർ കണ്ടു കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. പെട്രോൾ റേറ്റ് ഇന്നത്തെ 98.92. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അഹോം രാജ പാലസിൻ്റെ അവിടെയാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഇവിടെ അതെ, ടിക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി എടുത്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടി. ഇതാണ് അഹോംസ് രാജാസ് പാലസ്. അഹോം രാജാക്കന്മാരുടെ ഈ രാജകൊട്ടാരം ആദ്യം മരവും കല്ലും കൊണ്ട് നിർമ്മിച്ചത് 1540 CE 15ാമത് അഹോം രാജാവായ സുക്ലേമുങ്ങും രാജാവ് പ്രജക്ത സിംഹയും ചേർന്നാണ്. 1747 CEയിൽ ഈ കൊട്ടാരത്തിന് ഒരു കൽപ്പണി കവാടം കൂടി ചേർത്തു. നിലവിലെ കെട്ടിടം രാജേശ്വര സിംഹ രാജാവിൻ്റെ ഭരണകാലത്ത് 3 നിലകളുള്ളതും അറകളോട് കൂടിയ പിൻവാതിൽ പോലെ രൂപകൽപ്പന ചെയ്തതുമാണ്. 1ാം നിലയിൽ 4 കാവൽ മുറികളുടെ അവശിഷ്ടങ്ങളും കാണും. നമ്മളിപ്പോൾ പാലസിൻ്റെ 2ാം നിലയിലാണ്. ഇനി ടോപ്പ് 3ാമത്തെ നിലയിലോട്ട് കയറാം. बोगा लगे तो बोगा हो उसमें. ഇതെന്താവല്ലോ. ओके सेम से ശർക്കരയാ. ശിവസാഗറിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ കാഴ്ചകൾ മതിയാക്കി ഇനി ആസാമിലെ അധികം ടൂറിസ്റ്റുകൾ എത്തിപ്പെടാത്ത കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.